ഓക്കെ. ഇതും റീസെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന പ്രിലിംസ് എക്സാമിൻ്റെ SSC പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. രണ്ടുപേരുണ്ട്, അവർ രണ്ടുപേരും സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, സെയിം പോയിന്റിൽ സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. അവർ ആരൊക്കെയാണ്? പിയും ക്യൂ ആണ്. അവരൊരു സർക്കുലർ ട്രാക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇത് 500 മീറ്റർ ആണ്. ഓക്കെ, ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ with speed 6 meter and 10 meter per second respectively. If they exchange their speed after meeting for the first time, who will who who will reach the starting point first? Okay, ക്വസ്റ്റ്യൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്. ഈ സർക്കുലർ ട്രാക്കിൽ 500 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്. രണ്ട് ആൾക്കാർ ഒരേ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. ഈ മീറ്റ് ചെയ്തിട്ട് അവരവരുടെ സ്പീഡ് എക്സ്ചേഞ്ച് ചെയ്തു. അതായത് ആദ്യം 6 മീറ്റർ പെർ സെക്കൻഡിൽ ഓടുന്നവൻ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നത്. ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡിൽ ഓടുന്നവൻ ഇത് ഇപ്പം 6 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ലോജിക്കായിട്ട് ആലോചിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് നമ്മൾ ചെയ്തെടുക്കരുത്, ലോജിക്കായിട്ട് ആലോചിക്കണം. ഓക്കെ, ഞാൻ സപ്പോസ് നമ്മുടെ സർക്കുലർ ട്രാക്കിൻ്റെ ലെങ്ത് 16 മീറ്റർ എന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കാം. 16 മീറ്റർ എന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പി ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പി ഇപ്പം ഇവിടെ നിൽക്കുകയാണ് 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ട്. അതേസമയം ക്യൂ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 10 മീറ്റർ ട്രാവൽ ചെയ്തു. കാരണം ഒരാളുടെ സ്പീഡ് 6ഉം രണ്ടാമത്തെ ആളുടെ സ്പീഡ് 10ഉമാണ്. ഇപ്പം ഇവർ മീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ക്യൂ ഇങ്ങോട്ട് പോകാൻ പോകുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലായിരിക്കും. ക്യൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പോകുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഏത് ടൈമിൽ റീച്ച് ചെയ്യും? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്ത് ചെയ്യും? ഒരേ ടൈമിൽ റീച്ച് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ടേക്ക് 10 സ്പീഡിൽ പോയി, ഇവൻ ഇങ്ങോട്ടേക്ക് 6 സ്പീഡിലും പോയി. ഓക്കെ, 1 മിനിറ്റ് കഴിയുമ്പോൾ പി ഇവിടെ എത്തും, 1 മിനിറ്റ് കഴിയുമ്പോൾ ക്യൂ ഇവിടെ എത്തും. അതായത് നമുക്ക് ഈ ലെങ്ത്തിൻ്റെ ആവശ്യമേ ഇല്ല. അവർ പരസ്പരം മീറ്റ് ചെയ്തിട്ട് പരസ്പരം സ്പീഡ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സെയിം ടൈമിൽ എവിടെ എത്തും? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തും. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്.